മലയാളത്തിൽ നിന്നും ഒരുപാട് നല്ല സിനിമകൾ മറ്റ് ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവയിലെല്ലാം ഒന്നും വിജയം കണ്ടിട്ടില്ല. പക്ഷേ മലയാളികളുടെ ക്ലാസിക് ചിത്രം മണിച്ചിത്രത്താഴിന്റെ റീമേക്കുകൾ വമ്പൻ ഹിറ്റുകളായിരുന്നു. തമിഴിൽ ചന്ദ്രമുഖിയായും ഹിന്ദിയിൽ ബൂൽബുലയായും സിനിമ എത്തിയപ്പോൾ പ്രതീക്ഷയ്ക്ക് മുകളിലായിരുന്നു ബോക്സ് ഓഫീസ് കളക്ഷൻ. മണിച്ചിത്രത്താഴിലെ ഒരു മുറൈ വന്ന് പാർത്തായ എന്ന ഗാനം പോലെ തന്നെ ബൂൽബുലയിലെ മെരെ ഡോൽന സുൻ എന്ന ഗാനവും പ്രേക്ഷകർക്കിടയിൽ വലിയ ഓളം തീർത്തിരുന്നു. ഇപ്പോൾ ഈ ഗാനം പ്രേക്ഷകർക്കായി വീണ്ടും പങ്കുവച്ചിരിക്കുകയാണ് വിദ്യാബാലൻ. അതിനു പിന്നിൽ ഒരു കാരണവുമുണ്ട്. അതെ, ബൂൽബുലയ്ക്ക് മൂന്നാം ഭാഗം ഒരുങ്ങുകയാണ്. मैं आत्माओं से सिर्फ बात नहीं करता, आत्माएं मेरे अंदर आ भी जाती हैं. ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമായിരുന്നു ബൂൽബുലയ്യ. പ്രിയദർശന്റെ സംവിധാനത്തിൽ 2007 ബൂൽബുലയ്യ പുറത്തിറങ്ങുന്നത്. ചിത്രം കൊമേഴ്ഷ്യൽ ഹിറ്റ് തന്നെയായിരുന്നു. മണിച്ചിത്രത്താഴിൽ മോഹൻലാൽ അവതരിപ്പിച്ച ഡോക്ടർ സണ്ണി എന്ന കഥാപാത്രമായി ഹിന്ദിയിൽ വേഷമിട്ടത് അക്ഷയ് കുമാർ ആയിരുന്നു. ശോഭനയുടെ ഗംഗ എന്ന വേഷം ചെയ്തത് വിദ്യാബാലനും. സുരേഷ് ഗോപിയുടെ നകുലൻ വേഷം കൈകാര്യം ചെയ്തത് ഷൈനി അഹൂജയുമായിരുന്നു. മണിച്ചിത്രത്താഴിലെ തമിഴത്തി നാഗവല്ലി ഹിന്ദിയിലെത്തിയപ്പോൾ മഞ്ജുലികയായി. സിനിമാ പ്രേമികളെ വിറപ്പിക്കാനായി മഞ്ജുലികയും സംഘവും വീണ്ടും എത്തുകയാണ്. ചിത്രത്തിൽ നായകനായി എത്തുന്ന കാർത്തികാര്യൻ തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ആദ്യ ഭാഗത്തിൽ അക്ഷയ് കുമാർ ആയിരുന്നെങ്കിൽ രണ്ടാം ഭാഗത്തിൽ കാർത്തികാര്യനായിരുന്നു മഞ്ജുലികയെ തളയ്ക്കാനെത്തുന്നത്. കിയാരയും താബുവും ഒക്കെ വേഷമിട്ട ചിത്രത്തിന്റെ രണ്ടാം ഭാഗം 2022 ഇറങ്ങിയത്. ഇപ്പോഴത് വീണ്ടും സംഭവിക്കുകയാണ്. മഞ്ജുലിക ബൂൽബുലയുടെ ലോകത്തേക്ക് വീണ്ടും എത്തുന്നു എന്നാണ് കാർത്തികാര്യൻ തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പറഞ്ഞത്. വിദ്യാബാലൻ തന്നെയായിരിക്കും മഞ്ജുലികയായി എത്തുക എന്നും കാർത്തികാര്യൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്നാം ഭാഗത്തിലെ വിദ്യാബാലനും രണ്ടാം ഭാഗത്തിലെ കാർത്തികാര്യനും ഒന്നിക്കുമ്പോൾ മൂന്നാം ഭാഗത്തിന് വേറിട്ടൊരു കഥാനുഭവം തന്നെയായിരിക്കും ഉണ്ടാവുകയെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. താൻ ചെയ്തു വെച്ച തന്റെ പഴയ കഥാപാത്രത്തിലേക്ക് തിരിച്ചെത്തുന്ന വിവരം വിദ്യാബാലനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബൂൽബുലയ ചിത്രങ്ങളിലെ മെരെ ഡോൽന എന്ന ഗാനത്തിന്റെ എഡിറ്റഡ് പതിപ്പ് പങ്കുവെച്ചുകൊണ്ടാണ് ഇവർ ഈ വാർത്ത പുറത്തുവിട്ടത്. ഈ വർഷം ദീപാവലി റിലീസായാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക. ബൂൽബുലയുടെ രണ്ടാം ഭാഗം ഒരുക്കിയ അനീസ് ബസ്മി തന്നെയാണ് മൂന്നാം ഭാഗവും സംവിധാനം ചെയ്യുന്നത്. ടി സീരീസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. 2022 ചിത്രം 266 കോടിക്കടുത്താണ് കളക്ഷൻ നേടിയത്. കൂടാതെ ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 4ാമത്തെ ചിത്രം കൂടിയായിരുന്നു അത്. 68ാമത് ഫിലിം ഫെയർ അവാർഡുകളിലേക്ക് നിരവധി നോമിനേഷനുകളും ഈ ചിത്രത്തിൽ നിന്നുണ്ടായിരുന്നു. അതേസമയം 2007 പുറത്തിറങ്ങിയ ആദ്യ ഭാഗം ആ വർഷത്തെ ഏറ്റവും കളക്ഷൻ നേടിയ 8ാമത്തെ ചിത്രവുമായിരുന്നു. ഹൊറർ കോമഡി ചിത്രങ്ങൾ ഒരുപാട് ഇറങ്ങുന്ന ഇക്കാലത്ത് ഇനി വരാൻ പോകുന്ന മൂന്നാം ഭാഗം എത്രത്തോളം വിജയം നേടുമെന്ന് കാത്തിരുന്നു തന്നെ കാണണം. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.